ഇറാനെതിരായ സംഘർഷം ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പൊതുഭാവങ്ങളിൽ വലിയ വ്യത്യാസം വ്യക്തമാകുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രയേലിൽ യുദ്ധത്തെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെയും വലിയ പിന്തുണ ലഭിക്കുമ്പോൾ, മറുവശത്ത് അമേരിക്കയിൽ ഭൂരിപക്ഷം ജനങ്ങൾ ഈ നീക്കത്തെ സംശയത്തോടെയും എതിർപ്പോടെയും കാണുന്നുവെന്നാണ് പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നത്. അതോടെ ഈ സംഘർഷം സൈനികമോ നയതന്ത്രമോ മാത്രമല്ല, രാഷ്ട്രീയമായി പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്ന വിലയിരുത്തലുകളും ശക്തമാകുകയാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വ്യക്തമായ ലക്ഷ്യങ്ങളോ തന്ത്രങ്ങളോ ഇല്ലാതെ യുദ്ധത്തിലേക്ക് കടന്നുവെന്നാരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശനങ്ങൾ നേരിടുകയാണ്. ചില വിമർശകർ പറയുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മർദ്ദം മൂലമാണ് ട്രംപ് ഈ സംഘർഷത്തിലേക്ക് കടന്നതെന്നാണ്. എന്നാൽ ഇസ്രയേലിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള പൊതുഭാവം ഇതിന് തികച്ചും വിപരീതമാണ്. ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിറ്റർബി ഫാമിലി സെന്റർ ഫോർ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പോളിസി റിസർച്ച് നടത്തിയ സർവേ പ്രകാരം ഇസ്രയേലിലെ 82% ആളുകളും ഇറാനെതിരായ സംഘർഷത്തെ പിന്തുണയ്ക്കുന്നു. കൂടാതെ 74% പേർ നെതന്യാഹു ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മധ്യവാദികളിൽ 62%-ഉം വലതുപക്ഷക്കാരിൽ 85%-ഉം നെതന്യാഹുവിന് പിന്തുണ നൽകുന്നതായും സർവേ വ്യക്തമാക്കുന്നു. ഇതിനോട് വിപരീതമായി അമേരിക്കയിലെ പൊതുഭാവം വ്യത്യസ്തമാണ്. NPR PBS ന്യൂസ് മാരിസ്റ്റ് സർവേ പ്രകാരം 56% അമേരിക്കക്കാർ സംഘർഷത്തെ എതിർക്കുന്നു. അതേസമയം 55% പേർ ട്രംപ് ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്ത രീതിയെ നിരസിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ട്രംപിന്റെ പ്രധാന രാഷ്ട്രീയ അടിത്തറയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ശക്തമായ പിന്തുണ തുടരുകയാണ്. റിപ്പബ്ലിക്കന്മാരിൽ 84% പേർ ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നതായി സർവേ വ്യക്തമാക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന സ്വതന്ത്ര വോട്ടർമാരിൽ ഭൂരിപക്ഷവും ഈ സംഘർഷത്തെ എതിർക്കുന്നു. സർവേ പ്രകാരം സ്വതന്ത്രരിൽ 61% പേർ ഇതിനെ എതിർക്കുമ്പോൾ 38% പേർ മാത്രമാണ് പിന്തുണ നൽകുന്നത്. ഇടക്കാല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വതന്ത്ര വോട്ടർമാരുടെ ഈ നിലപാട് ട്രംപിന് രാഷ്ട്രീയമായി പ്രതികൂലമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഘർഷത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അമേരിക്കയിൽ ആശങ്കയുയർത്തുകയാണ്. യുദ്ധാവസ്ഥയെ തുടർന്ന് ഊർജ്ജച്ചെലവുകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. 2022-ന് ശേഷം ആദ്യമായി അസംസ്കൃത എണ്ണവില ഇതിനകം $100 കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് $150 വരെ ഉയരാമെന്നാണ് ചില വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ദൈനംദിന ചെലവുകൾ കുറയ്ക്കുമെന്നും തൊഴിൽ വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്ത് പ്രചാരണം നടത്തിയ ട്രംപിന് ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വലിയ വെല്ലുവിളിയായി മാറാം. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലെ തൊഴിൽ കണക്കുകൾ ദുർബലമായ സാഹചര്യത്തിൽ ഊർജ്ജവില ഉയരുകയും ജീവിതച്ചെലവ് വർദ്ധിക്കുകയും ചെയ്താൽ അത് ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ സാധ്യതകളെ ബാധിക്കാമെന്നാണ് വിലയിരുത്തൽ. അവസാനം ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംഘർഷം സൈനിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് ഇപ്പോൾ കാണുന്നത്. ഇസ്രയേലിൽ ശക്തമായ പിന്തുണ ലഭിക്കുമ്പോൾ അമേരിക്കയിൽ ഉയരുന്ന എതിർപ്പിന്റെ ശബ്ദം അടുത്ത തിരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയ ഗതിയെ തന്നെ നിർണ്ണയിക്കുമോ എന്നതാണ് ഇനി ലോകം ശ്രദ്ധിച്ചു നോക്കുന്നത്.